വെറും 5 മിനിറ്റ് അത്രയും സമയം മതിയാകും ശത്രുവിന്റെ ആകാശത്ത് നാശം വിതയ്ക്കാൻ 100ഓളം ഡ്രോണുകൾക്ക് ഒരുമിച്ച് പറന്നെത്താൻ. ഇത് ഏതെങ്കിലും ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന ഒരുക്കുന്ന പുതിയ യുദ്ധതന്ത്രമാണ്. പരമ്പരാഗത യുദ്ധമുറകളെ പൂർണ്ണമായും മാറ്റി എഴുതാൻ പോകുന്ന ചൈനയുടെ പുതിയ അറ്റ്ലസ് ഡ്രോൺ സ്വാം സംവിധാനം ലോക പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ചൈന ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ CETC വികസിപ്പിച്ചെടുത്ത ഈ ഒരു ആയുധ സംവിധാനം അക്ഷരാർത്ഥത്തിൽ ഒരു മരണച്ചുഴിയാണ്. ഒരു കമാൻഡ് വെഹിക്കിൾ, ഒരു ലോഞ്ച് വെഹിക്കിൾ, ഒരു സപ്പോർട്ട് വെഹിക്കിൾ എന്നിവ അടങ്ങുന്നതാണ് ഇതിന്റെ ഒരു യൂണിറ്റ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വേഗത തന്നെയാണ്. വെറും 300 സെക്കൻഡുകൾ, അതായത് കൃത്യം 5 മിനിറ്റ് കൊണ്ട് 96 ഡ്രോണുകളെ ഒരേ സമയം വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും. ഇവ വെറും റിമോട്ട് കൺട്രോൾ ഡ്രോണുകളല്ല, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സ്വയം ചിന്തിക്കാനും ലക്ഷ്യസ്ഥാനം കണ്ടെത്താനും കൃത്യതയോടെ ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും. 100 ഡ്രോണുകളിൽ ഒരെണ്ണം തകർക്കപ്പെട്ടാലും ബാക്കിയുള്ളവ പരസ്പരം ആശയവിനിമയം നടത്തി ദൗത്യം പൂർത്തിയാക്കിയിരിക്കും എന്നതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു നീക്കം ഇന്ത്യക്ക് വലിയൊരു സുരക്ഷാ ഭീഷണിയാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വലിയ ഡ്രോൺ പടയെ ഏകോപിപ്പിക്കാനും ആക്രമണം നടത്താനും പരിശീലനം ലഭിച്ച ഒരൊറ്റ സൈനികം മാത്രം മതി. മരം കോച്ചുന്ന അതിർത്തിയിൽ നേരിട്ട് വന്ന് പോരാടാൻ സൈനികരെ അയക്കുന്നതിനു പകരം സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലിരുന്ന് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ചൈനയ്ക്ക് ഇതിലൂടെ കഴിയും. ടിബറ്റിലും സിൻജിയാങ് മേഖലയിലും നിയന്ത്രണ രേഖയായിട്ടുള്ള LACക്ക് സമീപം ചൈന ഈ ഒരു ഡ്രോൺ കൂട്ടങ്ങളെ വിന്യസിക്കാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഒരുമിച്ച് പാഞ്ഞു വരുന്ന ഈ 100 കണക്കിന് ചെറിയ ഡ്രോണുകളെ നമ്മുടെ സാധാരണ റഡാറുകൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരിടുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന മിസൈലുകൾ ഉപയോഗിച്ച് വില കുറഞ്ഞ ഈ ഡ്രോണുകളെ തകർക്കുന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നിർണായകമായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വാർത്താവിനിമയ ടവറുകൾ എന്നിവ കൃത്യമായി ആക്രമിച്ച് തകർക്കുക എന്നതായിരിക്കും തേനീച്ചക്കൂട്ടം പോലെ പാഞ്ഞു വരുന്ന ഈ ഡ്രോൺ സ്വാമുകളുടെ പ്രധാന ലക്ഷ്യം. വളരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താനാണ് ചൈന ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഭീഷണിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യയല്ല ഇന്നുള്ളത് നമുക്കറിയാം. ചൈനയുടെ ഈ ഡ്രോൺ പടയെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഇന്ത്യയും ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രതിരോധത്തിനായി ഇന്ത്യ സ്വന്തമായി ഡ്രോൺ സ്വാം സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ ശത്രു ഡ്രോണുകളുടെ സിഗ്നൽ കട്ട് ചെയ്ത് താഴെയിടാൻ ശേഷിയുള്ള അത്യാധുനിക ആന്റി ഡ്രോൺ ജാമറുകളും നിമിഷ നേരം കൊണ്ട് ഡ്രോണുകളെ ഉരുക്കിക്കളയുന്ന ലേസർ അധിഷ്ഠിത ആയുധങ്ങളും അതിർത്തിയിൽ വിന്യസിക്കാനുള്ള നടപടികൾ ഇന്ത്യ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതായത് റിമോട്ട് കൺട്രോളുമായി അതിർത്തി കടന്നു വരുന്ന ചൈനയുടെ അറ്റ്ലസ് ഡ്രോണുകൾക്ക് അതിർത്തിയിൽ വലിയൊരു ലേസർ ഷോ തന്നെ ഇന്ത്യൻ സൈന്യം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. വരും നാളുകളിൽ ഇന്ത്യ ചൈന അതിർത്തി സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ പോരാട്ട വേദിയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരളം.